ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് അടിയന്തരമായി ഏറ്റെടുത്ത് പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഓരോ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഈ ഗവൺമെൻറ്റിന് ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സമീപനങ്ങൾ വ്യക്തമാക്കുന്നതിനും അതോടൊപ്പം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്തു തീർക്കുന്നതിന് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഇതൊക്കെ നിങ്ങളിൽ നിന്ന് കേൾക്കുന്നതിനുമാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖം ജനങ്ങൾ കാണുന്നത്, ജില്ലകളിൽ കാണുന്നത് ജില്ലാ കളക്ടർമാരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. അവിടെ കാട്ടേണ്ട ജാഗ്രതയും കാര്യക്ഷമതയും വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യം 6 മാസം കഴിഞ്ഞ് ചെയ്യുക എന്നുള്ളതിന് നമ്മളാരും ഒരുപക്ഷെ വേണ്ടി വരത്തില്ല. അത് സ്വാഭാവികമായിട്ട് ആ കാര്യം നടക്കും. ഇന്ന് നടക്കേണ്ട കാര്യം ഇന്ന് നടത്തുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ, ഒരു ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ, അതൊക്കെ സമയബന്ധിതമായി നടപ്പിലാക്കുക, കാര്യക്ഷമതയോടെ നടപ്പിലാക്കുക. ഇത് പറയുമ്പോൾ അതിന് നിങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങൾ കാണും, അതിനുള്ള തടസ്സങ്ങൾ കാണും. അതൊക്കെ ഇതുപോലുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് പറയാം. അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വേഗത്തിലുണ്ടാകും. കളക്ടർമാർ ഏറ്റെടുക്കേണ്ട ഏറ്റവും മുഖ്യമായിട്ടുള്ളത്, നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ക്രൈസിസ് മാനേജ്മെൻറ്റാണ്. ഒരു സാധാരണ നിലയിലുള്ള കാര്യങ്ങൾ റൊട്ടീനായിട്ട് നടക്കും. അതിന് ഇവിടെ ചില വ്യവസ്ഥകളുണ്ട്, ചില നടപടിക്രമങ്ങളുണ്ട്, അതൊക്കെ അനുസരിച്ച് പോകും. പക്ഷേ ക്രൈസിസ് മാനേജ്മെൻറ്റ്, അതിനകത്ത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആ കഴിവും വ്യക്തിപരമായ താല്പര്യവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം മണൽ ക്ഷാമമാണ്. മണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങളും പരാതികളും ഒരു വശത്ത്, അതിലെ അഴിമതിയും അതിനെക്കുറിച്ചുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളും, അതോടൊപ്പം ഇന്ന് സാധാരണക്കാർക്ക് ഒരു വീട് പണിയാൻ സാധിക്കുന്നില്ല, അതിന് മണൽ ലഭിക്കുന്നില്ല. അപ്പം ഇതിനെങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കും? ഞാൻ റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സമയത്ത് മന്ത്രി ശ്രീ രാധാകൃഷ്ണനോട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇതാണ്. മണൽ സംബന്ധിച്ച് ഇന്ന് സാധാരണക്കാരനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് എങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ അതിനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി അതിന് ശ്രദ്ധിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ എടുക്കണം എന്ന് പറയുകയുണ്ടായി. അത് നിങ്ങൾക്ക് അത് സംബന്ധിച്ച് ധാരാളം നിർദ്ദേശങ്ങൾ കാണും. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളൂടെ കേട്ട് നമുക്ക് പരിസ്ഥിതിയെ പൂർണ്ണമായി തള്ളിക്കളയാനൊക്കത്തില്ല. പരിസ്ഥിതി സംരക്ഷിക്കണം. യാതൊരു നിയന്ത്രണവുമില്ലാതെ ആറ്റിൽ നിന്ന് മണൽ വാരി പാലങ്ങൾ അപകടത്തിലാക്കുക, അല്ലെങ്കിൽ പരിസ്ഥിതി തകരത്തക്ക വിധത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുക ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് തന്നെ വ്യക്തമായ നിയന്ത്രണങ്ങളോടുകൂടി തന്നെ എങ്ങനെ മണലിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും, അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായ ശ്രദ്ധകൾ ചെലുത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന മോട്ടോർ അപകടങ്ങളാണ് വളരെ കൂടുതൽ വർദ്ധിച്ചു വരുന്നു. ഇതിന് നമുക്ക് ഒരു ശരിയായ പ്രവർത്തനങ്ങൾ, പോലീസും മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റും റോഡ്സും, ഇത് മൂന്നും കൂടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് ജില്ലാ കളക്ടർമാർ ഇനീഷ്യേറ്റീവ് എടുക്കണം.
ട്രാഫിക് റൂൾസ് പാലിക്കാതെ ആയിരിക്കും ചിലപ്പം അപകടങ്ങൾ വരുന്നത്. റോഡിൻ്റെ പ്രത്യേകമായ കൺസ്ട്രക്ഷന് വന്നിട്ടുള്ള അപാകതകളായിരിക്കും ചിലപ്പം കാരണം. ചിലപ്പോൾ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹന പരിശോധന, അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഫിറ്റ്നസ്സൊക്കെ നോക്കാതെ കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളായിരിക്കാം. അപ്പം അലക്ഷ്യമായി വണ്ടി ഓടിച്ചിട്ടാണെങ്കിലും മറ്റ് ഈ 3 ഘടകങ്ങളുമായി ബന്ധപ്പെട്ട അപകടങ്ങളാണെങ്കിലും അത് കുറച്ചുകൊണ്ട് വരുന്നതിന് ഓരോ ജില്ലയിലും നമ്മളൊരു അപകടം ഉണ്ടാകുമ്പോൾ അവിടെ ചെന്ന് ദുഃഖിക്കുകയും അതിനെക്കുറിച്ച് 2 ദിവസത്തേക്കുള്ളൊരു വാർത്ത വരുത്തുകയും ചെയ്യുന്നതിനപ്പുറത്ത് ഒരു അപകടം ഉണ്ടായാൽ അപകടത്തിൻ്റെ കാരണത്തെക്കുറിച്ച് ഈ ജില്ലാതലത്തിൽ തന്നെ ഒരു അന്വേഷണം നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലുള്ള അപകടങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കുന്ന കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളും വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പട്ടയം കൊടുക്കാനും കിട്ടാൻ അർഹതയുമുള്ള ആളുകൾക്ക് പട്ടയം നൽകാനും അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങൾ പൂർണ്ണമായും പൂർണ്ണമായിട്ടും അതിനെ തിരിച്ചെടുക്കാനും ഒരു വിധത്തിലും അന്യായമായി ഭൂമി കയ്യേറുന്ന സ്ഥിതി ഉണ്ടാകാത്ത വിധത്തിലുള്ള നടപടികളും ഒരേ സമയത്ത് സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ വികസന ആവശ്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അത് ഒരു സംഘർഷമുണ്ടാക്കിയല്ല, ബലപ്രയോഗത്തിലൂടെയല്ല, എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അത് ഏറ്റെടുക്കുന്നതിനുള്ള സംവിധാനം. അത് വരുമ്പോൾ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ക്രെഡിബിലിറ്റിയിൽ നഷ്ടപ്പെടുന്നു. ഗവൺമെൻറ് ഭൂമി എടുക്കാമെന്ന് പറഞ്ഞാൽ ആളുകൾ ഭയപ്പെടുക. കാരണം അത് എത്ര പറഞ്ഞാലും ന്യായമായ വില കിട്ടത്തില്ല. സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം കൂടെ യോഗം വിളിച്ചുകൂട്ടി അവർ ആ യോഗത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച വന്നു. അതിനകത്ത് വന്ന ഒരു മുഖ്യമായ ചർച്ച പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഗവൺമെൻറ് വാഗ്ദാനം ചെയ്ത ഭൂമി അത് കിട്ടാത്തതിൻ്റെ പേരിലുള്ള അസംതൃപ്തി ഇന്ന് ഒരു വിഭാഗത്തിൽ വളർന്നു വരിക. അതൊരിക്കലും നമുക്ക് താങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ല. ഭൂമി കയ്യിൽ കിട്ടിയത് പോലും നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും എതിർപ്പുകളുണ്ടാകും, പ്രതിഷേധമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെ വാഗ്ദാനങ്ങൾ, അതേത് ഗവൺമെൻറ് ആയാലും ഗവൺമെൻറ്റാണ്, ഏത് ഗവൺമെൻറ്റിൻ്റെ വാഗ്ദാനമായാലും ആ വാഗ്ദാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചേ മതിയാകൂ. ഗവൺമെൻറ് ഇപ്പോൾ ഉടനെ തന്നെ ഒരു 100 ദിവസത്തേക്കുള്ളൊരു പരിപാടി പ്രഖ്യാപിക്കുന്നുണ്ട്. ആ 100 ദിവസത്തെ പരിപാടിയിൽ നിങ്ങളുടെ ജില്ലയിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളത് ഈ യോഗത്തിൽ പറയണം എന്നില്ല. അത് സംബന്ധിച്ചിട്ടുള്ള ലിസ്റ്റ് തയ്യാറാക്കി അത് കൊടുക്കണം. ഈ 100 ദിവസത്തെ പരിപാടികളുടെ ഇംപ്ലിമെൻറ്റേഷൻ്റെയും മുഖ്യമായ ഉത്തരവാദിത്വം ജില്ലാ കളക്ടർമാർക്കായിരിക്കും. മൊത്തത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൂടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന ആ പരിപാടികൾ ഞങ്ങൾ ജൂൺ 1-ാം തീയതി പ്രഖ്യാപിക്കും. ആ ജൂൺ 1-ാം തീയതി പ്രഖ്യാപിക്കുന്ന ആ പരിപാടികൾ അത് ഏറ്റവും വിജയകരമായി നമുക്ക് നടപ്പിലാക്കണം. അതിന് നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്.